പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഗൗരവകരമായ വാർത്തകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രമുഖ ദിനപത്രത്തിൽ വന്നൊരു വാർത്ത ഏവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. മനുഷ്യന് ഭാഗ്യമുണ്ടെങ്കിൽ 100 വർഷം കൂടെ ഭൂമിയിൽ കഴിയാനാവും. അതുകൊണ്ട് ശാസ്ത്രലോകം പുതിയ ഗ്രഹം കണ്ടെത്തണം, 30 വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ താവളം കണ്ടെത്തണം എന്നൊക്കെയാണ് ആ വാർത്ത. ഇന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അദ്ദേഹത്തെ അനുകൂലിച്ച് ഇന്ന് ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും നിലകൊള്ളുന്നു. ലോകം കണ്ട ഇന്ന് ജീവിക്കുന്നതിൽ ബുദ്ധിമാനായ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ശാസ്ത്രജ്ഞൻ വെറുതെ ഒന്നും പറയുകയില്ല എന്ന് നാം മനസ്സിലാക്കണമല്ലോ. അദ്ദേഹം മുൻപ് പറയുകയുണ്ടായി, അന്യഗ്രഹജീവികൾ ഭൂമി കൈയടക്കും, അവരുടെ ലക്ഷ്യം അതാണ്. ഇന്നും നാം അറിയാതെ അവർ ഭൂമിയിൽ വന്നുപോകുന്നു, ചിലരോട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പോടെ അദ്ദേഹം പറയുന്നു. ഏറ്റവും കൂടുതലായി 3-4 തരത്തിലുള്ള ഏലിയൻസ് ആണ് ഭൂമിയിൽ വന്നു പോകുന്നതെന്ന് പറയപ്പെടുന്നു. റോസ്വെൽ, ഗ്രേ, നോർഡിക്, റെപ്റ്റിലിയൻ എന്നീ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് തള്ളിക്കളയാനാവുകയില്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവ ആരെന്ന് നമുക്ക് തിരിച്ചറിയാനാവൂ. കാരണം ഒരു ദൈവ പൈതലിന് സകലതും വിവേചിക്കാനാവുന്നു. ലോകം, അതിന്റെ ഗതി, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഇവയെല്ലാമായി സമകാലീന സംഭവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം ഏലിയൻ എന്ന ഓമന പേരിലാണ് ഇവകളെ വിളിക്കുന്നത്. എന്നാൽ വചനാടിസ്ഥാനത്തിൽ ഉൽപ്പത്തി 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവപുത്രന്മാർ ഭൂമിയിൽ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ വന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു എന്നൊരു വേദഭാഗമുണ്ട്. ബൈബിളിൽ പഴയ നിയമ പുസ്തകത്തിൽ ഉൾപ്പെടുത്താത്തതും കുമ്രാൻ ഗുഹകളിൽ നിന്ന് ലഭിച്ചതുമായ ചാവുകടൽ ചുരുളുകളിൽ ഉൾപ്പെട്ടതുമായ ഈനോക്കിന്റെ പുസ്തകത്തിൽ ഇന്ന് ഏലിയൻസ് എന്നറിയപ്പെടുന്ന വിമത മാലാഖമാരെ പറ്റി കൂടുതൽ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ടെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ഈ ചെറിയ വീഡിയോ ധാരാളമാണ്. അന്ന് അധർമ്മം പെരുകി ശാപഗ്രസ്തമായി ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. നീതിമാനായ നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു എന്ന് വചനം പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ നോക്കാം. മത്തായി 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോക്കുക, അധർമ്മമൂർത്തികൾ ഭൂമിയുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. അവരെ ഇന്നും പരിശുദ്ധാത്മാവ് ആണ് തടുക്കുന്നത്. പരിശുദ്ധാത്മാവ് മാറിയാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അവൻ വെളിപ്പെടും. ഇന്ന് സാത്താൻ സഭകൾ ലോകത്ത് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിക്രമങ്ങൾ പെരുകിയിരിക്കുന്നു. ദൈവനിർദ്ദേശപ്രകാരം നോഹ പണിത പെട്ടകത്തിൽ നോഹയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ അധർമ്മം പെരുകിയ ഈ ലോകത്ത് വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൽ അഭയം തേടിയവർക്ക് മാത്രമാണ് രക്ഷയുണ്ടാകുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവന് മാത്രമേ വരുവാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. മത്തായി 13-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയച്ച് അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. എന്തായാലും അനിവാര്യമായ ഒരു മാറ്റപ്പെടൽ സംഭവിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിലുള്ളവർക്ക് അത് ശുഭകരമായി ഭവിക്കും. ഇന്ന് ലോകത്തോട് വരുവാൻ പോകുന്ന സംഭവങ്ങളെ വിവേചിച്ചറിഞ്ഞ് രക്ഷപ്പെടേണ്ട മാർഗം വിളിച്ചു പറയുകയാണ് ഞങ്ങൾ. യേശുക്രിസ്തുവിലേക്ക് നോക്കുക. അവനിലേക്ക് നോക്കിയ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഈ വീഡിയോ അനേകർക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഒരുങ്ങുക പ്രിയരെ, കർത്താവിന്റെ വരവിനായി.